വരുന്നു. ആര്? അവസാനം വീട്ടിൽ നിന്ന് വിളി വന്നപ്പോ കണ്ടില്ലേ? നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ഇതിനകത്ത് ഞാനിപ്പം കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഭയങ്കരമായിട്ട് കരയുന്ന ഒരു സാധനം. ഈ കുറെ പേരുടെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. പാവപ്പെട്ട ഒരു കുട്ടി കരയുന്നു. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. കാരണം ഒരാൾ കരയുന്ന കാണുമ്പം നമുക്ക് ലേശം ഒരു ഉള്ളവർക്ക് ഒരു സങ്കടമൊക്കെ തോന്നും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഉണ്ടല്ലോ, ഇത് എരന്ന് വാങ്ങിയതാണ്. അത് ആ കുട്ടിയായിട്ട് എരന്ന് ചോദിച്ച് എന്റത് കൊണ്ടാ എന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. എന്താടാ അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? വാപ്പ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് വാപ്പ വെറും അറ്റാക്ക് വന്നു, ബ്ലോക്ക് ആണെന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിൽ എന്തിന് ഗബ്രിയെ ഒഴിവാക്കണം? ഒരു വാപ്പാക്ക് അറ്റാക്ക് വരുമ്പോ എന്തിന് ഫ്രണ്ടിനെ ഒഴിവാക്കണം? അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിനെ എന്തിന് ജാസ്മിനെ ഒഴിവാക്കണം? പാച്ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എന്നെ കാണുന്നവരെല്ലാരും മണ്ടന്മാരെ. കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് മണ്ടന്മാരെ. എന്നെ നിങ്ങൾ ദയവേദ ഗണത്തപ്പെടുത്തരുതേ. കൊറേ എണ്ണുണ്ട്, ഒരു വിവരവും ഇല്ല. നീ കരഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല. ആരും. നിനക്ക് അങ്ങനെ തന്നെ വേണടാ എന്നേ പറയുള്ളൂ. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. അതേസമയം ജാസ്മിൻ കരയുമ്പോ കണ്ടില്ലേ, നിന്റെ കരടിക്കാവല്ല ഗബ്രി. ഇതെവിടെ തന്നെയായും ഇനി അങ്ങോട്ടേക്കുണ്ടല്ലോ ജാസ്മിൻ പെട്ടെന്ന് മാറും. കാരണം അവക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ചിലപ്പോ ഇനിയിപ്പോ ഗബ്രി അല്ല ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ പിന്നെ ജാസ്മിൻ ചിലപ്പോ എന്താ ഈ കാണുന്നത്? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, എനക്ക് ഇതിനേക്കാളും ഈസിയാണ് കരയാൻ വേണ്ടിട്ട്. എന്നിട്ട് അന്ന് ഈ പറയുന്ന ആൾക്കാരാ എന്നെ അങ്ങ് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണം. പറഞ്ഞ കരയുമ്പോ ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമിങ്കലും ഒക്കെ ഉണ്ട്. പറയുമ്പോ ശ്രദ്ധിക്കണം എപ്പോഴും. പുറത്ത് പറഞ്ഞ കുറെ കാര്യങ്ങളല്ല ഉള്ളിൽ നിന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളല്ല ഇപ്പൊ. ഒന്നുമില്ല, ഒരു സ്റ്റാൻഡ് വേണം. പ്ലീസ്. എന്നാ പിന്നെ ഞാനങ്ങട്